എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രതാപൻ എന്നാണ്. പ്രതാപൻ പ്രതാപൻ ആ ഹോസ്പിറ്റലിൽ ഉള്ളൊരു രോഗിയാണ്. അതിൽ കൂടുതൽ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഒരു സസ്പെൻസ് എലമെൻ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഇതിൽ. പക്ഷേ ഈവൻ പ്രതാപൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറായാലും സുബിൻ എന്ന് പറഞ്ഞ ജയേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറായാലും നമ്മളെല്ലാവരും എവിടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു അവസരം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കും. ഓഫ് കോഴ്സ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു അവസരത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു സിനിമയിൽ സുരേഷ് ഏട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളെല്ലാ മലയാളികളും പറഞ്ഞു കേട്ടിട്ടുള്ള സുരേഷ് ഗോപി, അതായത് ഒരുപാട് സിനിമയിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ ഒരുപാട് നന്മകളുള്ള, ഒരുപാട് പേർക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട്. നമ്മൾ എല്ലാവരും വാർത്തകൾ കൂടി മനസ്സിലാക്കിയ ഒരു സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുരേഷിൻ്റെ ഏട്ടൻ ചെയ്യുന്ന ഡോക്ടറായിട്ടുള്ള ആ കഥാപാത്രം. അപ്പോൾ ആ ക്യാരക്ടർ ശരിക്കും ആ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷനും അദ്ദേഹത്തിന് വരുന്ന ചില കോൺഫ്ലിക്ട്സും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും അപ്പോത്തിഗിരി എന്ന വേർഡിൻ്റെ അല്ലെങ്കിൽ അന്ന് ഈ വേർഡ് ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു നന്മയാണ് ശരിക്കും ഈ സിനിമയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോത്തിഗിരി എന്നൊരു പേര് അദ്ദേഹം ഈ സിനിമയ്ക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് നടത്തിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. കാര്യം ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ സ്റ്റേജിലാണ് എന്നെ കാണാനായിട്ട് ഇവർ വരുന്നതും. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടർ ഒരു ഭയങ്കര വലിയ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെ മടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് സംവിധായകനും നിർമ്മാതാവും ആരും പറയുന്നില്ല. അപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രാമേട്ടാ നിങ്ങളിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം. കാര്യം ഇത് ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഈ അൾട്ടിമേറ്റ്ലി ഫെയിമിനേക്കാളും കൈയടിയേക്കാളും ഒക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ സുബിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുത്തത് ഈ സ്ക്രിപ്റ്റിന് തന്നെയാണ്. പിന്നെ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഒരു മൗത്ത് പബ്ലിസിറ്റി ത്രൂ പ്രൊമോട്ട് ചെയ്തൊരു പടമാണ് മേൽവിലാസം. ഞാൻ സംവിധായകനെ മീറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ എല്ലാ സിനിമ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക്, ഇത്തരത്തിലുള്ള സിനിമകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരവസരത്തിൽ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനൊരു പടം മേൽവിലാസം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റർ റിലീസ് ആയപ്പോൾ ഇതൊരു വലിയ സക്സസ് അല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. ഒരു ലൊക്കേഷനിൽ ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഒരു ഷോട്ട് പോലും പുറത്തെടുക്കാതെ ഒരു സിനിമ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഒരു നല്ല സംവിധായകനാണ്, നല്ലൊരു ടെക്നീഷ്യൻ ആണെന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു ഫാക്ടറാണ്. അപ്പം അത്രയും വാർത്ത ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത സിനിമയെ പറ്റി അദ്ദേഹം ചിന്തിക്കാൻ ഏകദേശം ഒരു 3 വർഷത്തോളം എടുത്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്കറിയാം അദ്ദേഹം സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, രാമേട്ട നിങ്ങൾ എത്ര നാൾ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് 2.5 വർഷം ഈ സ്ക്രിപ്റ്റിൻ്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം ചിലവാക്കി. അതായത് ഈ സ്ക്രിപ്റ്റ്, ഇത്തരത്തിലുള്ളൊരു കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതി, അത് മനസ്സിലാക്കി, അത് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് ജയേട്ടൻ്റെ അടുത്തും സുരേഷ് ഏട്ടൻ്റെ അടുത്തും സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ സൈഡിനെ പറ്റിയിട്ട് അദ്ദേഹം, കാര്യം ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ഈ സിനിമ വളർന്ന് ഇതിൻ്റെ ഒരു പൂർവ്വമായിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തണം എന്ന് അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ പ്രൊഡ്യൂസറിനോട് സംസാരിക്കുന്നതും ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയിലേക്ക് വരുന്നതും ഇതൊരു സിനിമയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ അത്രയൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടൊരു സിനിമ, അതിൻ്റെ റിസൾട്ട് എന്തുമായിക്കോട്ടെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു ഭയങ്കരമായ ഭാഗ്യമാണ്. ഇതിപ്പോൾ ജയേട്ടൻ്റെ കാര്യം എടുത്താൽ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം തമാശയ്ക്ക് ഞാൻ പറഞ്ഞു, 2 മാസം മുമ്പ് ഞാൻ വളരെ മസ്കുലറായിട്ട് കണ്ടൊരു ജയസൂര്യ ഞാൻ പാലക്കാട് ചെല്ലുമ്പോൾ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരു ജയസൂര്യയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഈ സിനിമയെ അദ്ദേഹം മനസ്സിലാക്കി. കാര്യം ജയസൂര്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിന് അങ്ങനെ തന്നെ പോയി ആ സിനിമയിൽ അഭിനയിച്ചാൽ ആർക്കും ഒരു പരിധിക്കുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല.
പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വേഷമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപമാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ഇത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ അത് ശരിക്കും ഞങ്ങളെപ്പോലെയുള്ള അദ്ദേഹം കഴിഞ്ഞു വന്ന ജനറേഷനിലെ എല്ലാ ആക്ടേഴ്സിനും ഒരു പ്രചോദനമാണത്. ഭയങ്കരമായ ഒരു തെറ്റിദ്ധാരണയാണത്. കാര്യം എനിക്കറിയാവുന്ന എല്ലാവരും എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ വെറുതെ കൊണ്ടേ ഒരു സ്ഥലത്ത് ഇതെല്ലാം എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇതിന് വേർത്തായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്താൽ ഇത് അത്രയും വൃത്തിയായിട്ട് ഇത് സിനിമയാക്കാൻ ശേഷിയുള്ള ഒരാളായിരിക്കണം. ഒരു എൻ്റെ അറിവിൽ ഒരു യുവനടൻ പോലും ഇപ്പോൾ ഏറ്റവും അടുത്ത് ഞാൻ അറിഞ്ഞ വിക്രമാദിത്യ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു പോലീസ് വേഷമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, എനിക്കറിയാവുന്ന ഉണ്ണി ഒരു തടിച്ച ഉണ്ണിയായിരുന്നു. ഉണ്ണി ശരിക്കും ഒരു ഭീമാകാരനായ ഒരു പോലീസുകാരൻ്റെ വേഷത്തിലേക്ക് മാറാൻ ഉണ്ണി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വേർത്താണ്, അല്ലെങ്കിൽ ഇത് നമ്മളെടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് ഉണ്ടാക്കി തരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണിത്. നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത എങ്ങനെയോ ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് കരുതി വരുന്ന ഒരു സംവിധായകന് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അത് തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം.